ഞാനടക്കം 5 പേര് ചേർന്നുകൊണ്ട് PSG ഗാങ്ങിന്റെ ഹേറ്റേഴ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷാജഹാൻ ഖാനെ ജനങ്ങൾക്കിടയിൽ ഒന്ന് മാസായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് തുടക്കം മുതൽ അവസാനം വരെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ ഞങ്ങൾ നടത്തിയ സമയത്ത് വളരെയധികം മനസ്സ് വിഷമിക്കേണ്ടി വന്നിട്ടുള്ള അഖിൽമാരാറിനോടും കുടുംബത്തോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മുന്നേ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും ഞാൻ കരയുന്ന ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചുകൊണ്ട് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഒരു ചേട്ടനെ പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വലിയ മനസ്സിനുടമയാണ്. അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെറുതായിട്ട് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫലസ്തീൻ അനുകൂലമായിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ എന്നെ മതതീവ്രവാദി അല്ലെങ്കിൽ വർഗീയവാദി എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സിന് മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞു ഞാനിങ്ങനെ മതത്തെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത്. അങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരികയും ഫലസ്തീൻ അനുകൂലമായിട്ട് സംസാരിക്കുകയും സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഷാജഹാൻ. അന്ന് PSG ഗാങ്ങിന്റെ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ഷാജഹാൻ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് അന്ന് തൊട്ടാണ് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ പേഴ്സണലി പരിചയപ്പെടുന്നത്. എനിക്ക് 13-ാം തീയതി രാത്രി ആൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു ദിവസം PSG ഗാങ് ഹൗസിലേക്ക് വാ, ഒരു പ്ലാൻ ഉണ്ട്, പിന്നെ നീ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നിന്ന് തന്നാൽ മാത്രം മതി, നിനക്കും എനിക്കും ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം 14-ാം തീയതി ഇന്ന് അദ്ദേഹത്തിന്റെ മാനേജർ ആയിട്ടുള്ള മുഷ്രിഫ് വിളിച്ചുകൊണ്ട് PSG ഗാങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും എനിക്ക് വളരെയധികം താല്പര്യം ഉണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. പിന്നീട് എന്നെ 15-ാം തീയതി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ 16-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് PSG ഗാങ്ങിന്റെ ഗാങ് ഹൗസിലേക്ക് എത്തുന്നത്. ആ എത്തുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ. അന്ന് ഞാൻ PSG ഗാങ്ങിൽ ജോയിൻ ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ ഗാങ് ഹൗസിലേക്ക് വരുന്ന കാര്യവും തൽക്കാലം ആരെയും അറിയിക്കേണ്ടെന്ന് ഷാജഹാൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രിയാണ് ഷാജഹാൻ അവിടേക്ക് വരുന്നത്. ഷാജഹാൻ വന്നതിന് ശേഷം അവിടെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഒന്നും അറിയാതെ ഞാൻ, മുഷ്രിഫ്, ഷാജഹാൻ, ലുക്കുമാൻ, ഞങ്ങൾ 4 പേരും ചേർന്നാണ് വൺ ഡ്രൈവിന്റെ ഫ്രണ്ടിൽ പോയിട്ടാണ് ഈ ഒരു പൊറോട്ട നാടകത്തിന്റെ പ്ലാനിങ് നടക്കുന്നത്. അപ്പൊ ഈ പ്ലാനിങ് നടക്കുന്നതിന്റെ മുന്നേ തന്നെ അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിഷാനെ നിനക്കിപ്പോ ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ആളാണ്, അപ്പൊ നീ ഡയറക്റ്റ് PSG ഗാങ്ങിലേക്ക് ചേരുന്ന സമയത്ത് PSG ഗാങ്ങിന് ഓൾറെഡി നല്ല ഹേറ്റേഴ്സ് ഉണ്ട്, അപ്പൊ ഈ ഹേറ്റേഴ്സ് ഒക്കെ നിന്റെ ഹേറ്റേഴ്സ് ആയിട്ട് മാറും, അപ്പൊ അതിന് മുന്നേ നമുക്കൊരു പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിന്റെ ബേസിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പൊറോട്ട നാടകത്തിന്റെ പ്ലാനിങ് അവിടെ നടക്കുന്നത്. പിന്നെ അതിനുശേഷം അയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുറെ ആൾക്കാർ അയാളെ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അയാള് പവറാണ്, അയാൾ മാസാണ് എന്നുള്ളത് കാണിക്കാനും വേണ്ടിയിട്ടാണ് മാസിക്ക ചെക്കനെ അടിക്കുന്ന ഒരു സീനും കൂടെ അതിലേക്ക് വലിച്ചിട്ടത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിനു ശേഷം അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു സംഭവം എന്റെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന ഒരു സീന് നീ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിന്റെ നാട്ടിൽ നിന്നാണെന്നും, അഥവാ അയാളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയും, അത് ഭയങ്കര ഇതായിട്ട് മാറുന്നില്ല രീതിയിലും പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് അയാൾ പറഞ്ഞു, നീ നിന്റെ നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം, നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയും കൂടെ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ ഇതിലേക്ക് വലിച്ചേക്കുന്നത്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നിനക്ക് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്ലാനുകളൊക്കെ ഞാൻ അദ്നാനും അതേപോലെ പറഞ്ഞു കൊടുത്തു. ഞാൻ അദ്നാന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടുന്ന് ഞങ്ങൾ തീരുമാനിച്ചു, അദ്ദേഹം എന്ന് പറയുന്നില്ല, ഞങ്ങൾ എല്ലാവരും കൂടി